ബ്യൂട്ടിഫുൾ സോൾസ്. നമ്മുടെ ലൈഫിൽ മൂന്നാമതൊരാളായിട്ട് വന്നിട്ടില്ല ഏതൊരു വ്യക്തിയും മറക്കാൻ പെട്ടെന്ന് നമുക്ക് പറ്റില്ല അല്ലേ? ആ വ്യക്തി വന്നതിന് ശേഷമുള്ള മാറ്റങ്ങൾ, ആ വ്യക്തി ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ ഭയങ്കരമാണ്. ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് അയ്യോ ഓർമ്മിപ്പിക്കല്ലേ എന്ന ഡയലോഗായിരിക്കും വരാം. ആലോചിച്ചിട്ടുണ്ടോ? ഒരു ഭാര്യയും ഭർത്താവിൻ്റെ ഇടയിൽ ഉപദേശത്തിനായിട്ടോ എന്ത് കാര്യത്തിനായാലും ചെന്ന് കയറുന്ന ചില റിലേറ്റീവ്സ് ഉണ്ട്. രണ്ട് ഫ്രണ്ട്സ് നന്നായിരിക്കുന്ന അവസ്ഥയിൽ മൂന്നാമതായിട്ട് കയറി വരുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരിക്കും. ഇതൊക്കെ വന്നു കഴിയുമ്പോൾ അത്രയും കാലം ഉണ്ടായിരുന്ന ആ ഒരു കെമിസ്ട്രി, ആ ഒരു ബോണ്ടിങ്, ഇതൊക്കെ ഇവർ കാരണം പൂർണ്ണമായിട്ടങ്ങ് മാറുകയാണ്. ചിലപ്പോൾ ഒരിക്കലും റിപ്പയർ ചെയ്തെടുക്കാൻ പോലും പറ്റാത്ത അത്രയ്ക്കും മാറ്റങ്ങളായിരിക്കും അവിടെ വരിക. പരമാവധി ആവശ്യമില്ലെങ്കിൽ രണ്ടു പേർക്കിടയിൽ മൂന്നാമതൊരാളായിട്ട് നമ്മൾ പോവാതിരിക്കുക. കാരണം ഒരിക്കലും അത് നന്നാവില്ല. മാത്രമല്ല, ഈ മൂന്നാമതൊരാൾക്ക് ഇല്ലാത്ത പഴികളും ഉണ്ടാവില്ല. ചിലപ്പോൾ അയാളുടെ ഉദ്ദേശം നല്ലതായിരിക്കാം, ഒരു സഹായത്തിനോ ഒരു ഉപദേശത്തിനോ ഒക്കെ ആയിരിക്കും പുള്ളി വന്നു കയറിയത്. പക്ഷേ അതിന് ശേഷം വരുന്ന മാറ്റങ്ങൾ ഇയാളുടെ മാത്രം ഉത്തരവാദിത്തമായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഒരാൾ ആവശ്യപ്പെടാതെ ഒന്നും ചെയ്തു കൊടുക്കാൻ നിൽക്കണ്ട. ഹാപ്പി റിഫ്ലക്റ്റിംഗ്.